ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കാണാനൊക്കെ ഒന്ന് വെറൈറ്റി ആയത് കാരണം, ലോലിപോപ്പിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ആയത് കാരണം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് അമൃതം പൊടി വെച്ചിട്ട് ചെറിയൊരു മധുരമല്ലേ, അപ്പോൾ സ്പൈസി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന്. പക്ഷേ ഈ ഒരു സ്നാക്കിലേക്ക് ആ ഒരു ചെറിയൊരു മധുരം നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ എടുത്തു വെച്ചിട്ടുള്ള ഈ പൊടികൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത് മുകൾ ഭാഗത്ത് കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കളറ് മാറി നല്ലൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇവ നന്നായിട്ട് മൂത്ത് വന്നാൽ ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞതും, സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ മസാലയുടെ പച്ചമുളക് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്ന് വിതറിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഒറ്റയടിക്ക് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്, എന്നാൽ നല്ല തിന്നായിട്ട് പോവുകയും വേണ്ട. അപ്പോൾ ചെറിയൊരു കട്ടിക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. മാവ് അത്യാവശ്യം വലിയ ബോളാണെന്നുണ്ടെങ്കിൽ 2 ആക്കിയിട്ടും പരത്തിയെടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പത്തിരിയുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം. ഒരേ കട്ടിക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ പകുതിയായിട്ട് മടക്കിയിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി 2 സൈഡ് ഭാഗത്തും തുറന്ന് നിൽക്കുന്ന ഭാഗം ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഒന്ന് ഷേപ്പാക്കി എടുക്കാം, റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇനി കത്തിയിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് വട്ടത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുത്തെന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വരുന്ന രീതിയിലാവുകയും ചെയ്യരുത്. ഒന്ന് പ്രസ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. ഈ ഒരു ബാറ്റർ ഒരുപാട് കട്ടിയായിട്ട് പോകരുത്, ചെറിയൊരു ലൂസായിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇതിലേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കിലേക്കും ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. ടൂത്ത് പിക്കിന് പകരം ഈർക്കിളായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓരോന്നും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒന്ന് മുക്കിയിട്ട് ആ ഒരു വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷമാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തുന്നത് കാരണം മൈദയിൽ മുക്കിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പുറം ഭാഗത്ത് ഒരുപാട് കോട്ടിംഗ് ആയിട്ട് മൈദയുടെ ഒരു ബാറ്റർ നിൽക്കുകയും ചെയ്യരുത്. എന്നാൽ ചെറിയൊരു കോട്ടിങ് വേണം. ആ ഒരു രീതിയിൽ വേണം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാതും ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ടൂത്ത് പിക്കൊക്കെ ഉള്ളത് കാരണം മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് ഭാഗവും നല്ല കളറൊക്കെ മാറി നല്ല സെറ്റായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. കാണാനും ഒന്ന് വെറൈറ്റി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.